പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ 3ാം സെമസ്റ്ററിൽ കഥേതര സാഹിത്യം എന്നൊരു പേപ്പറുണ്ടല്ലോ, അതിൽ യൂണിറ്റ് 2 നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിൽ യാത്രാവിവരണങ്ങൾ വിശേഷ പഠനത്തിനായിട്ടുള്ളത് ബാലിദ്വീപ്, എസ്.കെ. പൊറ്റേക്കാടിൻ്റെ ബാലിദ്വീപും മുസാഫിർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥയുമാണ്. ഈ പേപ്പറിൻ്റെ ഉദ്ദേശം രമ്യോപന്യാസങ്ങൾ, ആത്മകഥ, ജീവചരിത്രം, യാത്രാവിവരണം, വൈജ്ഞാനിക സാഹിത്യം തുടങ്ങിയവ മുൻനിർത്തി ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയെ നിർദ്ധാരണം ചെയ്യലാണ് ഈ പേപ്പറിൻ്റെ ലക്ഷ്യം. അത് സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പറിലെ യൂണിറ്റ് 2 യാത്രാവിവരണങ്ങൾ, അതിൽ ബാലിദ്വീപ് എന്ന കൃതി, മരുഭൂമിയുടെ ആത്മകഥ എന്ന മറ്റൊരു കൃതി, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയെ രമ്യോപന്യാസങ്ങൾ, ആത്മകഥ, ജീവചരിത്രം, യാത്രാവിവരണം, വൈജ്ഞാനിക സാഹിത്യം തുടങ്ങിയവയെ മുൻനിർത്തി നിർദ്ധാരണം ചെയ്യുകയാണ് കഥേതര സാഹിത്യം എന്ന ഈ പേപ്പറിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി സത്യത്തിൽ ബാലിദ്വീപ് എന്ന കൃതിയെ മാത്രം കേവലമായിട്ട് ഒറ്റപ്പെടുത്തിയെടുത്ത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ബാലിദ്വീപ് എഴുതിയിട്ടുള്ള എസ്.കെ. പൊറ്റേക്കാട് എന്ന എഴുത്തുകാരനെ പറ്റി നമ്മൾ പഠിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അദ്ദേഹം സഞ്ചാര സാഹിത്യം എഴുതിയത്? ബാലിദ്വീപ് എന്ന കൃതി എങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമായി വന്നു? എസ്.കെ. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളും ദർശനങ്ങളും എങ്ങനെ ബാലിദ്വീപിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇങ്ങനെയുള്ളൊരു സമീപനമാണ് സത്യത്തിൽ ഈ പേപ്പറിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോഴാണ് ഈ കൃതികളെല്ലാം മുൻനിർത്തി ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയെ നിങ്ങൾക്ക് നിർദ്ധാരണം ചെയ്യാൻ സാധിക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ട് നാം എങ്ങനെ ഈ കൃതികളെ സമീപിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയെ ബാലിദ്വീപിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ പഠിക്കേണ്ടി വരും. ബാലിദ്വീപ് എഴുതിയ എസ്.കെ. പൊറ്റേക്കാടിനെ പഠിക്കേണ്ടി വരും. എന്തെല്ലാം ഘടകങ്ങളാണ് എസ്.കെയെ ആധുനിക സാഹിത്യകാരനാക്കിയത്? ആധുനിക സാഹിത്യകാരനെന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാം നാം പരിശോധിക്കേണ്ടി വരും. ആ ജീവിത വീക്ഷണങ്ങൾ എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ, കഥകളിലാകട്ടെ, നോവലുകളിലാകട്ടെ, സഞ്ചാര സാഹിത്യത്തിലാകട്ടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എസ്.കെയെ ആധുനിക സാഹിത്യകാരനാക്കിയ ജീവിത വീക്ഷണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ സഞ്ചാര സാഹിത്യം എഴുതിപ്പിച്ചതും. കുറേ കഥയും നോവലും എഴുതി മടുത്തപ്പോൾ ശരി, ഇനി കുറച്ച് സഞ്ചാര സാഹിത്യം എഴുതിക്കളയാം എന്ന നിലയ്ക്കല്ല എസ്.കെ. സഞ്ചാര സാഹിത്യകാരനായത്. അതായത് ആധുനിക സാഹിത്യകാരൻ എന്ന എസ്.കെയുടെ എഴുത്ത് സത്തയുടെ പ്രകാശനമാണ്, അല്ലെങ്കിൽ ഉൽപ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ധാരാളം അറേഞ്ച്ഡ് ടൂർസ് ഉണ്ട്. ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ബോർഡുകൾ നഗരങ്ങളിൽ മിക്ക സ്ഥലത്തും നിങ്ങൾക്ക് കാണാം. പണമുണ്ടെങ്കിൽ ആളുകൾക്ക് എവിടെയും പോകാം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും ചുറ്റി സഞ്ചരിക്കാം. ഇന്ന് ടൂറിസത്തിൽ ആൾക്കാരൊക്കെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ കാണാത്തവർ കൂടി ലോകത്തുള്ള മറ്റേ രാജ്യങ്ങളെല്ലാം ചുറ്റിക്കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ പോയി, പാരീസിൽ പോയി, ഈഫൽ ടവറിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് വലിയ പത്രാസായി നടിക്കുന്ന ആളുകളുണ്ട് നമുക്ക്. ഇതെല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ തങ്ങൾ സാക്ഷരരാണ് എന്നതുകൊണ്ട് മാത്രം സഞ്ചാര സാഹിത്യം എഴുതിക്കളയും. ചെറിയ വല്ല പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതും, അല്ലെങ്കിൽ തങ്ങളുടെ പ്രത്യേക ക്ലബ്ബുകളുടെ സർക്കിളുകളിൽ പ്രചരിപ്പിക്കും.
അപ്പോൾ ഇതൊക്കെ എന്നൊരു ഫാഷനായിട്ട് മാറി. ഞാനിതെല്ലാം പറയുന്നത് എസ് കെ ഏതെല്ലാം നിലയ്ക്ക് വ്യത്യസ്തനായിരുന്നു, എസ് കെയുടെ സഞ്ചാര സാഹിത്യത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഈ അറേഞ്ച് ടൂറിന് പോയി സഞ്ചാര സാഹിത്യം എഴുതുന്നവരെയായിട്ട് താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ ട്രാവൽ ഗൈഡ് നോക്കിയിട്ട് സഞ്ചാര സാഹിത്യം എഴുതുന്ന ആൾക്കാരുമുണ്ട്. യാത്രയൊന്നും പോയിട്ടുണ്ടാവില്ല, ട്രാവൽ ഗൈഡുകൾ പല രാജ്യത്തിനും കിട്ടുമല്ലോ, അത് നോക്കിയിട്ട് തൻ്റെ സ്വന്തം ഭാവനയും വെച്ചിട്ട് സഞ്ചാര സാഹിത്യം എഴുതുന്നവരുണ്ട്. ചിലർ പകുതി പോയി കണ്ട് പകുതി ട്രാവൽ ഗൈഡ് നോക്കിയിട്ട് എഴുതുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ സ്ഥലങ്ങൾ കണ്ടതൊക്കെ രേഖപ്പെടുത്തുക, തൻ്റെ മാഹാത്മ്യം, താൻ ഇന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു എന്നതിൻ്റെ ഒരു മാഹാത്മ്യം ഘോഷിക്കുക എന്ന രീതിയിൽ പലപ്പോഴും ജീർണതയ്ക്ക് അടിമപ്പെടുന്ന ഒരു സാഹിത്യ ശാഖയായിട്ട് ഇന്ന് ആ ഒരു പ്രവണത പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് എസ് കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനായിരുന്നു എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഇതിൻ്റെ മറുവശം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വക നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിൽ നിന്നെല്ലാം എസ് കെയുടെ യാത്രാവിവരണ സാഹിത്യം വ്യത്യസ്തമാകുന്നത് അതിലുള്ള ജീവിത വീക്ഷണങ്ങൾ കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടാണ്. ആധുനിക കാലത്തെ സാഹിത്യകാരൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിർമ്മിതിയുടെ സവിശേഷതകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യം വേറിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് ബാലിദ്വീപ് പഠിക്കുമ്പോഴും നമുക്ക് ഈ വ്യത്യസ്തത കാണാൻ പറ്റും. ബാലിദ്വീപ് നാം പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബാലിദ്വീപിൻ്റെ രചനയിൽ പ്രവർത്തിച്ച എസ് കെ പൊറ്റേക്കാടിൻ്റെ ജീവിത വീക്ഷണങ്ങളും നിലപാടുകളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാതെ ബാലിദ്വീപിലത്തെ സ്ഥലങ്ങളും അതിൻ്റെ പേരുകളും ജീവിത രീതികളും ജനങ്ങളുടെ സവിശേഷതകളും മാത്രമല്ല, എസ് കെയുടെ ജീവിത വീക്ഷണങ്ങളും നിലപാടുകളും എങ്ങനെയെല്ലാം ഈ കൃതിയിൽ കൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. ബാലിദ്വീപ് എന്ന രചനയുടെ നിർമ്മിതിക്കൊപ്പം എസ് കെ എന്ന ആധുനിക കാല സാഹിത്യകാരൻ്റെ നിർമ്മിതിയുമാണ് ആധുനിക കാല സാഹിത്യകാരൻ എന്ന് ഞാൻ പ്രത്യേകം പറയണം. അതായത് ബാലിദ്വീപ് പഠിക്കുന്നതോടുകൂടി തന്നെ എസ് കെ എന്ന ആധുനിക കാല സാഹിത്യകാരൻ്റെ നിർമ്മിതി എങ്ങനെയാണ് എന്നുകൂടി നാം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആധുനിക കാല സാഹിത്യകാരെന്ന് പ്രത്യേകം ഊന്നി പറയുന്നത് ആധുനിക സാഹിത്യകാരനെന്ന് പറയാതിരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ആധുനികർ, അതായത് ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയാള കഥയിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒ വി വിജയൻ, മുകുന്ദൻ, സക്കറിയ മുതലായ എഴുത്തുകാരുടെ കൂട്ടത്തിലല്ല എസ് കെ വരുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ആധുനികതാ സാഹിത്യ ശാഖയുടെ വക്താവല്ല, എന്നാൽ ആധുനിക കാലത്തെ എഴുത്തുകാരനായിരുന്നു. അതായത് അദ്ദേഹം ജീവിച്ച ആധുനിക കാലത്തിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഒരു കഥാകാരൻ എന്ന നിലയ്ക്കല്ല എന്നവിടെ ഞാൻ വിശേഷിച്ച് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എസ് കെയിലേക്ക് തന്നെ മടങ്ങി വരാം. എസ് കെ എങ്ങനെയാണ് ആധുനിക കാലത്തെ സാഹിത്യകാരനായി നിർമ്മിക്കപ്പെട്ടത്? ആധുനിക കാലം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന് ശേഷം ജ്ഞാനോദയ കാലഘട്ടം, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് പകുതിയൊക്കെ കഴിയുമ്പോഴേക്ക് ആധുനികോത്തര കാലഘട്ടമായി. 21-ാം നൂറ്റാണ്ട് തുടക്കമാകുമ്പോഴേക്ക് നമ്മൾ ആധുനികോത്തര കാലവും കഴിഞ്ഞൊരു ഗ്ലോബലൈസേഷൻ കാലഘട്ടമായി എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ വിസ്തൃതമായി രൂപീകരിക്കപ്പെട്ടത് എന്ന് നാം പരിശോധിച്ചിട്ട് വേണം ആ വീക്ഷണങ്ങളും ദർശനങ്ങളും എങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ പ്രതിഫലിച്ചു എന്നത് കണ്ടെത്താം. എസ് കെ പൊറ്റേക്കാട് 1-ാം ലോക യുദ്ധത്തിൻ്റെ തുടക്ക വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എസ് കെ പൊറ്റേക്കാട് പിന്നെ അദ്ദേഹം 2-ാം ലോക മഹായുദ്ധത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സ്വാതന്ത്ര്യപ്രാപ്തിയുടെയും കേരള രൂപീകരണത്തിൻ്റെയും വിമോചന സമരത്തിൻ്റെയും അടിയന്തരാവസ്ഥയുടെയും എല്ലാം അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് 1982 മരിക്കുന്നത്. ഇതെല്ലാം
ചേർത്ത് വെച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ സർഗവ്യാപാരത്തെ നമുക്ക് പരിശോധിക്കേണ്ടത്. ഈ അനുഭവങ്ങളെല്ലാമാണ് അദ്ദേഹത്തിൽ എഴുത്തുകാരൻ്റെ നിർമ്മിതിയെ സാധ്യമാക്കിയിട്ടുള്ളത് എന്ന് പറയാം. അതായത് ഇങ്ങനെ ചരിത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും നിർണായകമായ ചരിത്ര മുഹൂർത്തങ്ങളിൽ കൂടെ ജീവിച്ചു പോയി അതിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ആധുനിക കാല സാഹിത്യകാരനായി നിർണയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എസ് കെയുടെ നാട് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കോഴിക്കോട്ടുള്ള പുതിയറയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അപ്പോൾ എസ് കെനെ എല്ലാവരും പുതിയറക്കാരൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ പുതിയറക്കാരൻ എന്നുള്ളത് പുതിയറ ജനിച്ച ഒരു മനുഷ്യൻ എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് ആ പുതിയറക്കാരൻ എന്നുള്ള വേറൊരു നിർവചനം കൊടുക്കാം. പുതിയത് കാണാൻ വിധിക്കപ്പെട്ടവൻ, പുതിയ മാറ്റങ്ങൾ കാണാൻ കണ്ണുണ്ടായവൻ, ആ നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ പുതിയറക്കാരെന്ന് പറയാതെ. അതായത് ആധുനിക കാലത്തെ വേഗതയാർന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് രേഖപ്പെടുത്താൻ വിധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് കൂടി നമുക്ക് അദ്ദേഹത്തെ പുതിയറക്കാരൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. ഈ നിലയ്ക്കാണ് ഇ പി രാജഗോപാൽ, നിങ്ങൾക്കറിയാം, പുതിയ തലമുറയിലെ പ്രശസ്തനായിട്ടുള്ള നിരൂപകൻ ഇ പി രാജഗോപാൽ അദ്ദേഹത്തെ പുതിയറക്കാരൻ എന്ന് വിളിക്കുന്നത് കോഴിക്കോട്ടിനടുത്തുള്ള പുതിയറയിൽ ജനിച്ച മനുഷ്യൻ എന്ന നിലയ്ക്കല്ല, ഈ നിലയ്ക്കാണ്. അതായത് പുതിയ കാലത്തെ കാണാൻ കണ്ണുണ്ടായവൻ, പുതിയ കാലത്തെ രേഖപ്പെടുത്താൻ വിധിക്കപ്പെട്ടവൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇ പി രാജഗോപാലൻ പുതിയറക്കാരെന്ന് വിളിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കെല്ലാം അറിയാം, വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നു 20-ാം നൂറ്റാണ്ട്. അതായത് 19-ാം നൂറ്റാണ്ടിലുണ്ടായ മാറ്റങ്ങളുടെ 10 ഇരട്ടി വേഗതയിൽ കൂടിയാണ് ജീവിത സാഹചര്യങ്ങളും മനുഷ്യൻ്റെ പുരോഗതിയും വികാസവുമെല്ലാം തന്നെ, സംസ്കാരത്തിൻ്റെ വികാസവുമെല്ലാം തന്നെ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അധികാരബന്ധങ്ങളിലെ മാറ്റങ്ങളായാലും, ഭാഷാക്രമത്തിലെ മാറ്റങ്ങളായാലും, വസ്ത്രധാരണത്തിലെ മാറ്റങ്ങളായാലും, ഗതാഗത സൗകര്യങ്ങളിലെ മാറ്റങ്ങളായാലും, ശാസ്ത്രീയ രംഗത്തെ മാറ്റങ്ങളായാലും എല്ലാം തന്നെ 19-ാം നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് അതിഭയങ്കരമായ ഒരു മാറ്റത്തിന് വിധേയമായ കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഈ മാറ്റത്തെ കണ്ടറിഞ്ഞവനാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാറ്റത്തെ കണ്ടറിഞ്ഞവൻ എങ്ങനെയാ വെച്ചാൽ, മാറ്റത്തെ കണ്ടറിഞ്ഞവൻ സത്യത്തിൽ സ്വയം മാറാനും തയ്യാറാകേണ്ട. മാറ്റത്തെ കണ്ടറിയണമെങ്കിൽ നമുക്ക് സ്വയം മാറാനുള്ള സന്നദ്ധത ആവശ്യമാണ്. അപ്പോൾ അവനവനെ പരിണമിപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് മാറ്റത്തെ കണ്ടറിയാൻ പറ്റുക. അപ്പോൾ അവനവനെ പരിണമിപ്പിക്കണമെങ്കിലോ, അവനവനെ മാറ്റണമെങ്കിൽ അവനവൻ്റെ പാരമ്പര്യനിഷ്ഠമായ സ്വത്വത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ എസ് കെ മാറ്റത്തെ കണ്ടറിയുക മാത്രമല്ല, സ്വയം മാറാൻ സന്നദ്ധനായി, ആ സ്വയം മാറാൻ സന്നദ്ധനാകുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വന്തം സ്വത്വത്തിൻ്റെ തടവറയിൽ നിന്ന് വിമോചിതനായി പുറത്തു കടക്കാനും തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ യാഥാസ്ഥിതികമായ ധാരണകളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു കടന്ന ഒരു എസ് കെനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനിൽ കണ്ടെത്താൻ കഴിയും. പിന്നെ നാട് മാറുന്നു, അത് കാണണം എന്ന തത്വമാണ് എസ് കെയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശത്തിൻ്റെ കഥയ്ക്കുള്ള പ്രചോദനം. നാട് മാറുന്നു, അത് കാണണം എന്ന തത്വമാണ് ദേശത്തിൻ്റെ കഥയ്ക്ക് പ്രചോദനമായി ഭവിച്ചിട്ടുള്ളത്. ദേശത്തിൻ്റെ കഥ സത്യത്തിൽ കേരളീയമായ കുഗ്രാമത്തിൽ ജനിച്ച് ഭാരതത്തിൻ്റെ ഭൂമികയിൽ ഇലകൾ വീശി അന്താരാഷ്ട്ര വിധാനത്തിലേക്ക് വികസിച്ച ഒരു കൃതിയാണ് എന്ന് പറയാം ദേശത്തിൻ്റെ കഥ. അതായത് അതിരാണിപ്പാടത്തിലേക്ക് മനുഷ്യരെയും അവരുടെ വീക്ഷണങ്ങളെയും വെട്ടിച്ചുരുക്കാനല്ല ശ്രമിച്ചത്.
ലോകത്തോളം അവയെല്ലാം വികസിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് ഒരു ദേശത്തിൻ്റെ കഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് എസ് കെയുടെ പലമയോടുള്ള ആഭിമുഖ്യമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തിലുമെന്ന പോലെ പ്രശസ്തമായ ദേശത്തിൻ്റെ കഥയിലും നമുക്ക് കാണാൻ കഴിയുക. അതായത് പലമയോടുള്ള ആഭിമുഖ്യം എന്നുള്ളതാണ്. പലമയോടുള്ള ആഭിമുഖ്യമാണ് പലപ്പോഴും മാറ്റത്തെ കാണാൻ വേണ്ടി സ്വയം സന്നദ്ധനാകുന്നത്. അപ്പോൾ ദേശത്തിൻ്റെ കഥയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ദാർശനികമായ ഏകാഗ്രതയില്ല, സംഭവങ്ങളുടെ കുറേ ആഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് ചിലർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണം അതായത് ഒരു ദാർശനികമായ ഏകാഗ്രതയില്ലാതെ കുറേ സംഭവങ്ങളുടെ ആഖ്യാനം ദേശത്തിൻ്റെ കഥയിൽ വരാനുള്ള കാരണം എഴുത്തുകാരൻ്റെ പലമയോടുള്ള ആഭിമുഖ്യമാണ് എന്ന് പറയാം. പലമയെ ആവിഷ്കരിക്കുന്ന സമയത്ത് ആ പലമയെല്ലാം ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത സംഭവങ്ങളുടെ ആഖ്യാനങ്ങൾ വേണം. അതാണ് ബഹുസ്വരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തിൽ അതിൻ്റെ അകത്ത് ഒരു ദാർശനികമായ ഏകാഗ്രത പലപ്പോഴും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇതൊരു ദോഷമല്ല, ഇതൊരു എഴുത്തിൻ്റെ വ്യത്യസ്തതയാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. അതായത് ഒരു ബഹുസ്വരമായിട്ടുള്ള കാര്യങ്ങളെ ആവിഷ്കരിക്കുന്ന സമയത്ത്, പലമകളെ ആവിഷ്കരിക്കുന്ന സമയത്ത് ദാർശനികമായ ഒരു ഏകാഗ്രതയിൽ വാശി പിടിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. ആ പലമയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെയും ദർശന പദ്ധതികളെയും ആവിഷ്കരിക്കേണ്ടി വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സംഭവാഖ്യാനങ്ങളുടെ ഒരു കൂടിച്ചേരലായിട്ട് കൃതി മാറുന്നു. ഇത് എഴുത്തിൻ്റെ ഒരു വ്യത്യസ്തതയാണ്, ഗുണമായിട്ട് നമുക്ക് ദേശത്തിൻ്റെ കഥയിൽ കാണാവുന്നതാണ്. പലമകളെ വെട്ടിച്ചുരുക്കി ഏകശിലാ സംസ്കാരം പടുത്തുയർത്താൻ ഫാസിസ്റ്റ് ശക്തികൾ പരിശ്രമിക്കുന്നൊരു കാലമാണല്ലോ ഇന്ന് പലമകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ട്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുള്ള പല സാംസ്കാരിക പലമകളെ വെട്ടിച്ചുരുക്കിയിട്ട് ഏകശിലാനിർമ്മിതമായൊരു സംസ്കാരത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസിസ്റ്റ് ശക്തികൾ പരിശ്രമിക്കുന്ന ഈ കാലത്ത് പലമയ്ക്കൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ബഹുസ്വരതയ്ക്കൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എസ് കെയുടെ കൃതികളിൽ വിശേഷിച്ച് ദേശത്തിൻ്റെ കഥയിൽ, തെരുവിൻ്റെ കഥയിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ദേശത്തിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഏങ്കോണിപ്പും നർമ്മവും ദേശത്തിൻ്റെ കഥയെ, ആ കാഴ്ചയുടെ ഏങ്കോണിപ്പ്, അതിലെ നർമ്മഭാവം, ഇതൊക്കെ ദേശത്തിൻ്റെ കഥയെ വളരെ രസകരമായ ഒരു വായനയ്ക്ക് സാധ്യമാക്കുന്നു എന്നാണ്. തെരുവിൻ്റെ കഥയിലാണെങ്കിൽ തെരുവ് കഥാപാത്രങ്ങളുടെ പലമയെ നടനം ചെയ്യിക്കുന്ന ഇടമായിട്ട് മാറുകയാണ്. ഒരു തെരുവ് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബഹുസ്വരമായിട്ടുള്ള പലമയെല്ലാം കൂടിച്ചേരാൻ സന്ദർഭം നൽകുന്നൊരു ഇടമായി മാറുന്നു. ഇതാണ് പലമയോടുള്ള ഈ ആഭിമുഖ്യമായിരിക്കാം എസ് കെയെ കവിതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കഥാകാരനാക്കി മാറ്റിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പല എഴുത്തുകാരും കവികളായിട്ടാണ് തുടങ്ങാറുള്ളത്. ഇതേപോലെ തന്നെ എസ് കെയും കവിയായിട്ടാണ് തുടങ്ങിയത്. എന്തുകൊണ്ട് അദ്ദേഹം കഥയുടെ തട്ടകത്തിൽ ഉറച്ചു, കഥയുടെ തട്ടകത്തിലേക്ക് മാറി എന്ന് ചോദിക്കുകയാണെങ്കിൽ, പലമയെ ആവിഷ്കരിക്കാൻ വേണ്ടി ഫിക്ഷനാണ്, കഥാസാഹിത്യമാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയായിരിക്കാം പലമയെ ആവിഷ്കരിക്കാനുള്ള മണ്ഡലം ഗദ്യസാഹിത്യമാണ്, കഥാസാഹിത്യമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കാം അദ്ദേഹം കവിതയിൽ നിന്ന് കഥയിലേക്ക് ചേക്കേറിയത് എന്നും നമുക്ക് വിചാരിക്കാവുന്നതാണ്. പലമയോടുള്ള ആഭിമുഖ്യം തന്നെയായിരുന്നു നാടിൻ്റെ മാറ്റങ്ങളെ കണ്ടറിയാനുള്ള വല്ലാത്തൊരു ത്വര എസ് കെയിൽ ഉണ്ടാക്കിയത്. സ്വന്തം നാട് മാറുന്നത് പോലെ മറ്റ് നാടുകളും മാറുന്നത് കണ്ടറിയാനായിരുന്നു എസ് കെയുടെ യാത്രകൾ. അതായത് സ്വന്തം നാട് മാറുന്നു എന്ന് അദ്ദേഹം ആവേശത്തോടുകൂടി കണ്ടു മനസ്സിലാക്കി. ഇതേപോലെ മറ്റ് രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം, അദ്ദേഹത്തിന് അറിയാം.
അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ യാത്രകൾ മുഴുവൻ നടത്തിയത്. ആ മാറ്റങ്ങളെയെല്ലാം തന്നെ രേഖപ്പെടുത്താനായിരുന്നു അദ്ദേഹം യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ എഴുതിയത്. സത്യത്തിൽ വിദേശ സഞ്ചാരിയായിട്ടുള്ള എസ്.കെ ഒരു വിനോദസഞ്ചാരിയായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ തേടുന്ന തീർത്ഥാടകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിദേശ സഞ്ചാരം അന്യരാജ്യസഞ്ചാരം മാത്രമല്ല, തന്നിൽ നിന്ന് പുറത്തു കടന്ന് മാറുന്ന സഹജീവികളിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്യസഞ്ചാരം വിദേശ സഞ്ചാരം മാത്രമല്ല, തൻ്റെ അകത്തു നിന്ന് പുറത്തു കടന്ന് മാറിക്കൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ സഹജീവികളുടെ ആത്മാവുകളിലേക്കുള്ള തീർത്ഥാടനം കൂടിയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എഴുത്തുകാരെ നമുക്ക് ഈ എസ്.കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ നമുക്ക് എഴുത്തുകാരെ വേണമെങ്കിൽ 2 തരമായിട്ട് വിഭജിക്കാവുന്നതാണ്. അതായത് ഒരു തരക്കാർ ലോകത്തെ തന്നിലേക്ക് വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുക. അതായത് ഈ ലോകം മുഴുവൻ തന്നിലേക്ക് വെട്ടിച്ചുരുക്കുന്ന എഴുത്തുകാരുണ്ട്. അതേപോലെ തന്നെ തന്നെ സ്വയം മടിച്ചു പരത്തി ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്ന എഴുത്തുകാരുമുണ്ട്. ആദ്യത്തെ ഒരു കൂട്ടര് പറയുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് വെട്ടിച്ചുരുക്കുകയാണ് അവർ ശ്രമിക്കുക. ചില എഴുത്തുകാരോ തന്നെ സ്വയം മടിച്ചു പരത്തി ലോകം മുഴുവൻ വ്യാപിപ്പിക്കും ചെയ്തു. ഇത് രണ്ടാം തരത്തിലുള്ള ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗത്തിലുള്ള എഴുത്തുകാരനായിരുന്നു എസ്.കെ പൊറ്റക്കാട്. ഈ 2 തരക്കാരിലും പ്രഗത്ഭരായിട്ടുള്ള ലോകപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുണ്ട്. ഈ 2 തരവും മോശമല്ല, 2 വ്യത്യസ്ത രീതികളാണെന്ന് മാത്രം. ഈ 2 രീതികളിലും 2 തരക്കാരിലും ലോകപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുണ്ട്. ആദ്യത്തെ തരക്കാർ ഞാൻ പറഞ്ഞില്ലേ, അതായത് ലോകത്തെ തന്നിലേക്ക് വെട്ടിച്ചുരുക്കുന്നവർ. അവരിൽ പ്രശസ്തരായിരുന്നു ചങ്ങമ്പുഴയും എടപ്പള്ളിയുമെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സാർത്രേ, കാഫ്കെ, കാമു മുതലായിട്ടുള്ള ലോകപ്രശസ്തരും ആദ്യ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതായത് ലോകത്തെ മുഴുവൻ തന്നിലേക്ക് വെട്ടിച്ചുരുക്കുന്ന, തൻ്റെ ദർശന സംഹിതയിലേക്ക് ലോകത്തെയും മനുഷ്യജീവിതത്തെയും മുഴുവൻ വെട്ടിച്ചുരുക്കുന്ന എഴുത്തുകാരായിരുന്നു സാർത്രയും കാഫ്കയും കാമുവുമെല്ലാം. അതേപോലെ തന്നെ സാമുവൽ ബക്കറ്റിനെ പോലെയുള്ള നാടകകാരന്മാരും അങ്ങനെയായിരുന്നു. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിലെന്താണ് സംഭവിക്കുന്നത്? ലോകത്തുള്ള എല്ലാ മനുഷ്യജീവിതങ്ങളെയും സങ്കീർണമായൊരു ലാബിറിന്തായിട്ട് വെട്ടിച്ചുരുക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ വക കൃതികളിലെല്ലാം തന്നെ അസ്തിത്വവാദ ദർശനത്തിൻ്റേതായിട്ടുള്ള സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരിലെല്ലാം തന്നെ എങ്ങനെ ഈ അസ്തിത്വവാദ ദർശനം ഉണ്ടായി ഉടലെടുത്തു എന്നുള്ളതും അവരെല്ലാം തന്നെ ലോകത്തെ മുഴുവൻ തങ്ങളുടേതായിട്ടുള്ള അസ്തിത്വവാദത്തിൻ്റേതായിട്ടുള്ള കണ്ണാടിയിലേക്ക് വെട്ടിച്ചുരുക്കി എന്നുള്ളതുമെല്ലാം പരിശോധിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതായത് ഈ ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചതിൻ്റെ പിറകിൽ തന്നെ രാഷ്ട്രീയമായ, സാമൂഹ്യമായ, പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും ഒക്കെ പല കൃതികളും പഠിപ്പിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എസ്.കെയിലേക്ക് തന്നെ വരാം. എസ്.കെ ലോകത്തെ തന്നിലേക്ക് വെട്ടിച്ചുരുക്കാതെ തന്നെ സ്വയം ലോകത്തിലേക്ക് അടിച്ചു പരത്തുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളും അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതായത് തന്നെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള, ലോകത്ത് മുഴുവനുള്ള വ്യത്യസ്തമായിട്ടുള്ള ബഹുസ്വരതകളോട്, പലമകളോട് സ്വയം തന്മയീഭവിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകളായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രകളും യാത്രാവിവരണ സാഹിത്യവും സ്വയം ലോകത്തോളം അടിച്ചു പരത്തി പലമകളുമായി തന്മയീഭവിക്കാനുള്ള ത്വരയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. എസ്.കെ പൊറ്റക്കാട് പറയുന്നുണ്ട്, ലോകം മുഴുവൻ ഞാൻ ചുറ്റിക്കണ്ടു, അത്യാനന്ദത്തോടെ ആത്മനിർവൃതിയോടെ ചുറ്റിക്കണ്ടു. ആരോഗ്യവും സാഹചര്യവും ഉണ്ടെങ്കിൽ ഇനിയും ലോകം ചുറ്റിക്കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
അടുത്ത ജന്മത്തിൽ എനിക്ക് അലഞ്ഞു തിരിയുന്ന നാടോടിയായി ജനിക്കാനാണ് ഇഷ്ടം. അതായത് ലോകത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അഭിനിവേശം മൂത്ത് നടക്കുന്ന നാടോടി, അല്ലെങ്കിൽ യാത്രികൻ, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യകാരൻ ആകലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കിനാവ്. സുഖത്തിനും നേട്ടങ്ങൾക്കും വേണ്ടിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ യാത്രകൾ. നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതൊന്നും സുഖം തേടിയുള്ള യാത്രയായിരുന്നില്ല, എന്തെങ്കിലും പ്രയോജനങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല. ഈ വ്യത്യസ്തമായ ജീവിതങ്ങളെ കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനുമുള്ള കൗതുകത്തിൽ നിന്നുള്ള ഒരു യാത്രകളായിരുന്നു, സഞ്ചാര സാഹിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എസ്.കെ. പൊറ്റക്കാടിനെക്കാട്ടിലും വലിയ കഥാകാരന്മാരും നോവലിസ്റ്റുകളും മലയാളത്തിലുണ്ടാകും. എന്നാൽ അദ്ദേഹത്തെ പോലെയുള്ളൊരു സഞ്ചാര സാഹിത്യകാരൻ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിലെ ജോൺ ഗന്ധർ ആണ് എസ്.കെ. എന്ന് പറയാറുണ്ട്. ജോൺ ഗന്ധറിനെ പറ്റി നിങ്ങൾക്കറിയും. അദ്ദേഹം ഒരു അമേരിക്കൻ ജേർണലിസ്റ്റും ഓഥറുമായിരുന്നു. അദ്ദേഹം ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റൽ സീരീസ് അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കൂടെ കോണ്ടിനെൻ്റൽ സർവേ കൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കൂടെ കടന്നുപോയി ആളുകളെയായി സംവദിച്ച് അവരുമായി സംസാരിച്ച് ആ ഭൂഖണ്ഡത്തിലെ സംസ്കാരത്തിൻ്റെയും കലകളുടെയും മനുഷ്യരുടെ മനോഭാവങ്ങളുടെയും ഉള്ളകറിലേക്ക് കടന്നിട്ടുള്ള വലിയൊരു എഴുത്തുകാരനായിരുന്നു ജോൺ ഖന്തർ. അപ്പോൾ മലയാളത്തിലെ ജോൺ ഖന്തർ എന്ന് എസ്.കെനെ പറയാൻ കാരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്ര വലിയൊരു സഞ്ചാര സാഹിത്യകാരൻ ഉണ്ടായിട്ടില്ല എന്ന നിലയ്ക്കാണ്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ ധാരാളം ചുറ്റി സഞ്ചരിച്ചു. വിശേഷിച്ച് കാശ്മീരിൽ ധാരാളം യാത്ര നടത്തി, ഹിമാലയത്തിൻ്റെ സ്വാധീന പ്രദേശങ്ങളിൽ യാത്ര നടത്തി, നേപ്പാളിൽ യാത്ര നടത്തി. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം സഞ്ചരിച്ചു. കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, നൈൽ ഡയറി, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ബാലിദ്വീപ് തുടങ്ങിയ കൃതികളെല്ലാം ആ യാത്രകളുടെ ഉൽപ്പന്നങ്ങളാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ യാത്രകൾ. അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല, ഒരു കണക്കുകൂട്ടുകളും ഉണ്ടായിരുന്നില്ല. നേരെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും, അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നതാണ്. വളരെയധികം സാഹസികമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല യാത്രകളും. പച്ചയായ ജീവിതവും പ്രകൃതിയും സംസ്കാരവും കണ്ടറിഞ്ഞ് അനുഭവിക്കാനുള്ള കുതിപ്പുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്നാലോ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ആസൂത്രണമില്ലാതെ ആയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുന്ന യാതൊരു ആസൂത്രണവും കണക്കുകൂട്ടലുകളും ഇല്ലാതെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അരാജകവാദിയായിട്ടുള്ള എഴുത്തുകാരനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കോഴിക്കോട്ടുള്ള ജീവിതത്തിൽ വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള എഴുത്തുകാരനായിരുന്നു. രാവിലെ കൃത്യസമയത്ത് ഉണരും, കൃത്യസമയത്ത് എഴുത്തുമേശയിലേക്ക് എത്തും. അദ്ദേഹത്തിന് വ്യത്യസ്ത നിറങ്ങളിലുള്ള മഷികൾ നിറച്ച പേനകൾ ഉണ്ടായിരുന്നു. ഓരോന്ന് എഴുതുമ്പോഴും അദ്ദേഹം ആ എഴുത്തിൻ്റെ തരത്തിനനുസരിച്ച് വ്യത്യസ്ത പേനകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഒരു അരാജകവാദിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹം യാത്ര പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെ ചിട്ടയോടുകൂടി, ആസൂത്രണത്തോടുകൂടി, കണക്കൂട്ടലോടുകൂടി പോയിട്ട് കാര്യങ്ങൾ കാണുകയല്ല, നേരിട്ട് ആ അനുഭവ ലോകത്തേക്ക് അങ്ങ് കുതിച്ച് മുങ്ങാനുള്ള ഒരു ത്വരയാണ് അദ്ദേഹത്തെ യാതൊരു കണക്കുകൂട്ടലുകളുമില്ലാതെ, പ്ലാനിങ്ങുകളുമില്ലാത്ത ഒരു യാത്രികനാക്കി മാറ്റിയത്, ഒരു സാഹസിക യാത്രികനാക്കി മാറ്റിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒറ്റപ്പെട്ട ആഫ്രിക്കൻ ഗ്രാമങ്ങളിലൂടെയും
തലവെട്ടുകാരുടെയും നരഭോജികളായ കാപ്പിരികളുടെയും മറ്റും ചിത്രങ്ങൾ പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ കണ്ടുമുട്ടാം. ഒറ്റപ്പെട്ട ആഫ്രിക്കൻ ഗ്രാമങ്ങൾ കാണാം. തലവെട്ടുകാരുടെയും നരഭോജികളുടെയും കാപ്പിരികളുടെയും മറ്റും ചിത്രങ്ങൾ നമുക്ക് കാണാം. ചില സ്ഥലങ്ങളിലെല്ലാം എസ്.കെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നൈൽ നദിയുടെ പിറവി അന്വേഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ കൗതുകകരമാണ്. റഷ്യയിലെയും ഇംഗ്ലണ്ടിലെയും വേശ്യകളെയും തെമ്മാടികളെയും മോഷ്ടാക്കളെയും യാചകരെയും എസ്.കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലണ്ടനിലുള്ള അധോലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇംഗ്ലീഷുകാരൻ്റെ വർണ്ണവിവേചന നിമിത്തം ഹോട്ടൽ കിട്ടാതെ തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. സൂയസ് കനാൽ കടക്കാതെ ലണ്ടനിലെത്തിയതിൻ്റെ വിവരണങ്ങൾ അദ്ദേഹം നമുക്ക് തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിഷ്കളങ്കരായ കാപട്യമില്ലാത്ത പച്ച മനുഷ്യരെ കാണാൻ ആഫ്രിക്കയിൽ പോകണമെന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ഉള്ള വായനയിൽ അദ്ദേഹത്തിൽ പറ്റി ചില വിരുദ്ധ അഭിപ്രായങ്ങൾ പലരും രൂപീകരിച്ചിട്ടുണ്ട്. ആഫ്രിക്കക്കാരെ കാണുന്ന സമയത്ത് അദ്ദേഹം കാപ്പിരികളായി കാണുമ്പോൾ എത്രയാണെങ്കിലും ഇംഗ്ലീഷുകാരെ കണ്ട പോലെയല്ല, ഒരു രണ്ടാം തരക്കാരായിട്ട് കാണാനുള്ള, അവർ നിഷ്കളങ്കരാണ്, പച്ച മനുഷ്യരാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരെ ഒരു രണ്ടാം തരക്കാരായി കാണാനുള്ളൊരു മനോഭാവം എസ്.കെയിൽ ഒളിച്ചിരിക്കുന്നില്ലേ എന്ന നിലയ്ക്കുള്ള പഠനങ്ങളെല്ലാം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അത് മറ്റൊരു വശം, അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊതുവെ അദ്ദേഹം ഒരു രാജ്യത്ത് പോകുന്ന സമയത്ത് അവിടെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പുലർത്തുന്നവരെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി പിന്നെ അവരെ സ്വയം സ്വീകരിക്കാനുള്ള ഒരു മാനവികമായിട്ടുള്ള ഉയർന്ന നിലവാരമാണ് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എസ്.കെക്ക് കപ്പൽ, തീവണ്ടി, ബസ്, ട്രക്ക് മുതലായിട്ടുള്ള വാഹനങ്ങളിലെ യാത്രകളായിരുന്നു അദ്ദേഹത്തിന് വളരെ പഥ്യമായിട്ടുള്ളത്. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അദ്ദേഹം വിമാനയാത്രയ്ക്ക്, ആകാശയാത്രയ്ക്ക് തയ്യാറായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം നമുക്ക് കാണാൻ പറ്റും. കാരണം ആകാശയാത്ര, വിമാനയാത്രയാവുന്ന സമയത്ത് നമുക്ക് കുറേ സമയം മെച്ചമുണ്ടെങ്കിലും ആളുകളുമായിട്ട് ഇടപഴകാനോ അവരുമായി മാനസികമായിട്ടുള്ള ഒരു ഐക്യത്തിലെത്താനോ അവരുടെ സാംസ്കാരികമായ സവിശേഷതകൾ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് അവസരം കിട്ടുകയില്ല. കപ്പലിലാണെങ്കിൽ കുറേയും കൂടി സാധിക്കും. കുറേ ആൾക്കാർക്ക് ഒന്നിച്ച് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യം അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ വീരേന്ദ്രകുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയല്ലോ. അദ്ദേഹത്തിൻ്റെ യാത്ര പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഹൈമവത ഭൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, തനിക്കും വിമാനയാത്രകൾ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വന്തം കാറിൽ സഞ്ചരിക്കുകയാണ്. സ്വന്തം കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എവിടെ വേണമെങ്കിൽ നിർത്താം, ആൾക്കാരായിട്ട് ഇടപഴകാം, ഒരു ദിവസം അവിടെ കഴിയണമെങ്കിൽ കഴിയാം. ഈ ഒരു സൗകര്യം, സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്ന, റോഡ് മാർഗം സഞ്ചരിക്കുന്ന ഈ സുഖം വിമാനത്തിൽ പോയാൽ ഒട്ടുമില്ല, കപ്പലിൽ പോയാലും ഇല്ല. കപ്പലും തീവണ്ടിക്കാവുന്ന സമയത്ത് അവർ നിർത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇറങ്ങാനും മറ്റുള്ളവരെയായിട്ട് ബന്ധപ്പെടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ വീരേന്ദ്രകുമാറിലും ഈ ആളുകളുമായി ഇടപഴകാനുള്ള ഒരു അഭിനിവേശം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതി പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. എസ്.കെയും അതുകൊണ്ടാണ് വിമാനയാത്രയ്ക്ക് ഏറ്റവും കുറച്ച് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്കുള്ള ഉപാധികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതെല്ലാം തൻ്റെ മനോഭാവം എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എസ്.കെയുടെ ഒരു സവിശേഷതയായിട്ട് പറയാനുള്ളത്, അദ്ദേഹം മറ്റ് നാടുകൾ അറിയാനും അവയെ പ്രണയിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും വ്യത്യസ്തമായ സംസ്കാരങ്ങളെ, ജനതകളെ എല്ലാം തന്നെ നെഞ്ചിലേറ്റാൻ അദ്ദേഹം തയ്യാറാകുമ്പോഴും ഈ യാത്രകളിലെല്ലാം തന്നെ അദ്ദേഹം കേരളത്തെ മനസ്സിൽ കൊണ്ടു നടന്നു എന്നതാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയായിട്ടുള്ള കേരളം എപ്പോഴും, ഏത് ഇംഗ്ലണ്ടിൽ പോയാലും
ആഫ്രിക്കയിൽ പോയാലും യൂറോപ്പ് പോയാലും എവിടെ പോയാലും തന്നെ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭൂമിയായിട്ടുള്ള കേരളത്തെ ഒപ്പം കൊണ്ടു നടന്നിരുന്നു എന്നതാണ്. ലോകത്തെ ഏത് നാട്ടിലെത്തിയാലും അദ്ദേഹം കേരളത്തിൻ്റെ സാദൃശ്യം കണ്ടുപിടിക്കും. എവിടെ ചെന്നാലും അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള കേരളവുമായി അതിനെ താരതമ്യപ്പെടുത്തും, എന്തെങ്കിലും സാദൃശ്യം കണ്ട്. ഇത് വളരെ സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. ബാലിദ്വീപ് പഠിക്കുന്ന സമയത്ത് നാം എസ് കെനെ എങ്ങനെ ഈ കൃതിയെ പരിശോധിക്കണം എന്നുള്ളതിൻ്റെ ഒരു അളവുകോലാണത്. എസ് കെ എങ്ങനെ ബാലിദ്വീപിൽ കൂടി കേരളത്തെ കണ്ടെത്തിയെന്ന്, അതൊരു പ്രത്യേകമായിട്ടുള്ള മനോഭാവത്തിൻ്റെ ഒരു പ്രകടനവും കൂടിയാണ്. അത് നമ്മൾ വളരെ വിശേഷിച്ച് വിശകലനം ചെയ്യേണ്ട വിഷയമാണ്. സ്വിറ്റ്സർലാൻഡിലെത്തിയാൽ അദ്ദേഹം കേരളത്തെ സ്മരിക്കും. സ്വിറ്റ്സർലാൻഡിലടക്കം കേരളത്തിൻ്റെ സാദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നിറക്കും. കപാലയിൽ നിന്നുള്ള യാത്രയിൽ താൻ പോകുന്നത് ആലുവ ഷൊർണൂർ റോഡിലൂടെയാണോ എന്ന് അദ്ദേഹം വിസ്മയിക്കും. ബാലിദ്വീപും ബേപ്പൂരുമായിട്ട് സാമ്യം കണ്ടെത്തും അദ്ദേഹം. ഇംഗ്ലണ്ടിൽ ചേവായൂരിനെയും മലാപ്പറമ്പിനെയും അദ്ദേഹം കണ്ടുപിടിക്കും. ആഫ്രിക്ക മാനന്തവാടി തന്നെ എന്ന് അദ്ദേഹം ഉറപ്പിക്കും. അതാണ് അപ്പോൾ ഈ യാത്രകളിലെല്ലാം തന്നെ എങ്ങനെയാണ് അദ്ദേഹം സ്വന്തം നാടും മറ്റ് രാജ്യങ്ങളുമായും സാദൃശ്യം കണ്ടെത്തിയത് എന്നതിൻ്റെ പിറകിൽ മറ്റൊരു തത്വശാസ്ത്രവുമുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും മനുഷ്യരെല്ലാം ഒന്നാണ്. അങ്ങനെ ഒരു കാര്യവും കൂടി അതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വീക്ഷണം കൂടി അതിൻ്റെ അകത്ത് നമുക്ക് ഇഴപിരിച്ചെടുക്കാവുന്ന, അതിലേക്ക് നമുക്ക് വിശദമായിട്ട് ബാലിദ്വീപിലേക്ക് പ്രവേശിക്കുമ്പോൾ വരാവുന്നതാണ്. പിന്നെ ഈ യാത്രകളിലെല്ലാം തന്നെ അദ്ദേഹം ഇന്നത്തെ പാരിസ്ഥിതിക അവബോധത്തിൻ്റേതായിട്ടുള്ള പാരിസ്ഥിതിക ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളൊന്നും എസ് കെയുടെ കാലത്ത് അത്ര ഉണ്ടായിട്ടില്ലെങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള പ്രകൃതിയോടുള്ള ഒരു ചായ്വ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബഷീറിനെ പറ്റിയൊക്കെ നമ്മൾ പറയാണല്ലോ, പരിസ്ഥിതിയെ പറ്റിയിട്ടുള്ള അവബോധമൊന്നുമില്ലാത്ത സമയത്ത് തന്നെ ഇന്നുള്ള ഏറ്റവും വലിയ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞനെ കടത്തിവെട്ടുന്ന പാരിസ്ഥിതികമായ അവബോധം ബഷീറിൻ്റെ സാഹിത്യത്തിൽ കണ്ടിരുന്നു എന്ന പോലെ തന്നെ എസ് കെയിലും പാരിസ്ഥിതികമായൊരു അവബോധം അദ്ദേഹത്തിൻ്റെ യാത്രാ സഞ്ചാര സാഹിത്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. അപ്പോൾ എസ് കെ ആത്യന്തികമായി ഏത് തരം എഴുത്തുകാരനായിരുന്നു? അദ്ദേഹം കാൽപ്പനികനായിരുന്നു, അദ്ദേഹം ആധുനികനായിരുന്നു. കാൽപ്പനികൻ്റെ ലക്ഷണം അന്തർമുഖത്വമാണ്. കാൽപ്പനികൻ ലോകത്തെ തന്നിലേക്ക് തന്നെ വെട്ടിച്ചുരുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ലോകത്തിലുള്ള അനുഭവങ്ങളെല്ലാം തൻ്റെ അനുഭവത്തിലേക്ക് സ്വാംശീകരിച്ച് ഏകാഗ്രമാക്കിയെടുക്കാനുള്ളൊരു പ്രവണത കാൽപ്പനികരിൽ കാണുന്നതാണ്. അതാണ് നമ്മൾ ചങ്കമ്പുഴയിലും എടപ്പള്ളിയിലെല്ലാം കാണുന്നത്. എസ് കെ സത്യത്തിൽ നേരെ വിപരീതമാണ്, ബഹിർമുഖനാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിലേക്ക് മുഴുവൻ ലോകത്തെ വലിച്ചു ചുരുക്കി കൊണ്ടുവരാനല്ല ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ ലോകത്തേക്ക് മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. ആത്മസംഘർഷങ്ങളിലേക്ക് നോക്കുന്നൊരു എഴുത്തുകാരനായിരുന്നില്ല, പുറം ലോകത്തെ സംഘർഷങ്ങളിലേക്കും സവിശേഷതകളിലേക്കും ഉറ്റുനോക്കുന്നൊരു എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റേക്കാട്. അദ്ദേഹം ആധുനികനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആധുനിക ലോകം കണ്ടിട്ടുള്ള എഴുത്തുകാരനാണ്, ആധുനിക കാലത്ത് ജീവിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്, ആധുനിക കാലത്തെ നിർണായകമായ ചരിത്ര മുഹൂർത്തങ്ങളിൽ കൂടെ ജീവിച്ചു പോയിട്ടുള്ള എഴുത്തുകാരനാണ്. അതിൻ്റെ മാറ്റങ്ങളെ, അതിശീഘ്രമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള എഴുത്തുകാരനാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡേണിസം എന്ന ഒരു കഥാശാഖയുടെ മോഡേണിസത്തിൻ്റേതായിട്ടുള്ള ഒരു വക്താവായിട്ടുള്ള എഴുത്തുകാരനല്ല അദ്ദേഹം. എസ് കെയിൽ നമുക്ക് മനുഷ്യത്വത്തിൻ്റെ ആധുനികതയാണ് കണ്ടെത്താൻ കഴിയുക. മനുഷ്യത്വത്തിന് എപ്പോഴും ഒരു ആധുനികതയുണ്ട്. അദ്ദേഹം ഹ്യൂമണിസ്റ്റ് സങ്കല്പങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം മനുഷ്യത്വത്തിൽ ഒരു ആധുനികതയുണ്ട് എന്ന് പറയാൻ കാരണം, ആധുനികതയെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അക്കാഡമികമായിട്ട് നോക്കുകയാണെങ്കിൽ ആധുനികത എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവോത്ഥാനം കഴിഞ്ഞ് ജ്ഞാനോദയത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ആധുനികത എന്നാണ് നിർവചനം. പക്ഷേ ഈ ജ്ഞാനോദയ കാലഘട്ടം, നവോത്ഥാനം കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തിൻ്റെ എല്ലാം മുമ്പ് തന്നെ
ആധുനികത മനുഷ്യത്വത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു പറയാം. പ്രാചീന കാലം തന്നെ ആധുനികനാവുക എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മാറാനുള്ള ത്വര പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യനുണ്ട്. അതുകൊണ്ട് മനുഷ്യ സംസ്കൃതി തന്നെ ഏത് കാലത്തും മനുഷ്യൻ തന്നെ, മാനവികത തന്നെ, മനുഷ്യത്വം തന്നെ ആധുനികമാണ്. ആധുനികമായി മാറ്റങ്ങൾക്കുള്ള ഒരു ത്വര മനുഷ്യനായ മുതൽക്ക് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. നമ്മൾ പറയാറില്ല എട്ടുകാലി എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കെട്ടിയിട്ടുള്ള വലയാണ് എട്ടുകാലി ഇപ്പോഴും കെട്ടുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ തുടക്കം മുതൽക്ക് മാറാനുള്ള, ആധുനികനാവാനുള്ള ഒരു പ്രവണത അവനിലുണ്ട്. അതൊരു മറ്റൊരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ എസ്.കെയുടെ സഞ്ചാര സാഹിത്യത്തിൽ കാണാവുന്ന സവിശേഷതകൾ ഇവയെല്ലാമാണ്. ലോകം മാറുകയാണ് എന്ന ബോധം, ആ മാറ്റം കണ്ടറിയാനുള്ള അഭിനിവേശം, തൻ്റെ നാട് മാറുകയാണ്, അതുപോലെ മറ്റ് നാടുകളും മാറുകയാണ്, അത് കണ്ടറിയണം, രേഖപ്പെടുത്തണം. മാറ്റത്തെ കണ്ടറിയാൻ താൻ സ്വയം തന്നിൽ നിന്ന് പുറത്തു കടക്കണം. മനസ്സിൻ്റെ പാരമ്പര്യത്തിൻ്റെ തടവറകളിൽ നിന്ന് സ്വയം മുക്തമാകണം. സ്വയം ലോകത്തോടോളം അടിച്ച് പരക്കാൻ സ്വയം സന്നദ്ധനാകണം. അങ്ങനെ ആ അർത്ഥത്തിലുള്ള പുതിയറക്കാരനാകലായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെയും വിശേഷിച്ച് സഞ്ചാര സാഹിത്യത്തിൻ്റെയും നിർണയിച്ചിരുന്നത്. ഈ വക പരിഗണനകളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. രണ്ടാമതായിട്ടുള്ളത് പഴമയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. പഴമയിലേക്ക് സ്വയം തുറന്നു കൊടുക്കാനുള്ള സന്നദ്ധതയായിരുന്നു. ആഫ്രിക്കയാണെങ്കിലും ഇംഗ്ലണ്ടാണെങ്കിലും ബാലിദ്വീപാണെങ്കിലും അവിടെയുള്ള വ്യത്യസ്ത സംസ്കൃതിയിലേക്ക് തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കാനുള്ളൊരു സന്നദ്ധത അദ്ദേഹം എപ്പോഴും, സഹിഷ്ണുത അദ്ദേഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ എവിടെ ചെന്നാലും കേരളത്തിൻ്റെ സാദൃശ്യം കണ്ടെടുത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് സ്വന്തം നാടിനോടുള്ളൊരു നൊസ്റ്റാൾജിയ മാത്രമല്ല, ആത്യന്തികമായി ഈ സാംസ്കാരിക വൈജാത്യങ്ങളെല്ലാം തന്നെ എല്ലാം തന്നെ, അതായത് ഈ കാണുന്ന നാടുകളിലെ സാംസ്കാരിക വൈജാത്യങ്ങളെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ മനുഷ്യനൊന്നാണ് എന്നൊരു അവബോധമാണ് സത്യത്തിൽ. അദ്ദേഹം ആഫ്രിക്കയിൽ പോകുമ്പോഴും ഇംഗ്ലണ്ടിൽ പോകുമ്പോഴും എല്ലാം തന്നെ അവിടെ കേരളത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് കേരളത്തിനോടുള്ള ഒരു ഗ്രഹാതുരമായ മനോഭാവം കൊണ്ട് മാത്രമല്ല. കേരളത്തിലുള്ള മനുഷ്യനാണെങ്കിലും ആഫ്രിക്കയിലുള്ള മനുഷ്യനാണെങ്കിലും ഇംഗ്ലണ്ടിലുള്ള മനുഷ്യനാണെങ്കിലും ആത്യന്തികമായി ഒന്നാണ് എന്നൊരു ബോധം ഈ സാംസ്കാരികമായ വൈജാത്യങ്ങൾക്കെല്ലാം ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ഒരു ഏകത്വം, മനുഷ്യനെല്ലാം ഒന്നാണ് എന്നൊരു ബോധം അദ്ദേഹം വെച്ചു പുലർത്തി. മാനവികതയുടേതായിട്ടുള്ള വലിയൊരു ബോധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നതിൻ്റെ ഒരു നിദർശനമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തെ കാണാൻ പറ്റും. ഈ തരത്തിലുള്ള എസ്.കെയുടെ സവിശേഷതകളും ലോകവീക്ഷണങ്ങളും എങ്ങനെ ബാലിദ്വീപിൽ രേഖപ്പെട്ടു കിടക്കുന്നു എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അപ്പോഴാണ് ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് എസ്.കെയുടെ യാത്രാവിവരണങ്ങൾ എങ്ങനെ സഹായകമായി എന്ന് നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയുക. ഇങ്ങനെ നിർദ്ധാരണം ചെയ്യലാണ് ഈ പേപ്പറിൽ, അതായത് കഥേതരമായിട്ടുള്ള സാഹിത്യം എങ്ങനെ ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് നിർദ്ധാരണം ചെയ്യലാണല്ലോ നമ്മുടെ ഈ പേപ്പറിൻ്റെ ലക്ഷ്യം. അതിനോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ യാത്രാവിവരണങ്ങളെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ബാലിദ്വീപിൽ എസ്.കെ കണ്ടിട്ടുള്ള പഴമകളെയും സാംസ്കാരിക വൈജാത്യങ്ങളെയും ആ ജനതയുടെ സവിശേഷതകളെയും നമുക്ക് മനസ്സിലാക്കാനും ശ്രമിക്കണം. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗത്ത് ഞാൻ എസ്.കെനെ പരിചയപ്പെടുത്തി. അദ്ദേഹം എങ്ങനെയാണ് ആധുനിക കാലത്ത് എഴുത്തുകാരനായത്,
അദ്ദേഹത്തിൻ്റെ അഭിനിവേശങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ പ്രതിഫലിച്ചു എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ബാലിദ്വീപിനെ അടിസ്ഥാനമാക്കി നമുക്ക് പരിശോധിക്കണം. പിന്നെ ബാലിദ്വീപിലെ സവിശേഷമായിട്ടുള്ള സാംസ്കാരിക വൈജാത്യങ്ങളെയെല്ലാം SKയുടെ കണ്ണിൽ കൂടെ തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കുകയും ചെയ്യണം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാലിദ്വീപിലേക്ക് ഈ വക കാഴ്ചകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പ്രവേശിക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഈ ക്ലാസ് വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ കൂടെ സംവദിക്കാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമസ്കാരം.